ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത്. തന്നെ ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാനിന്ന് ആദ്യമായിട്ടാണ് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. എൻ്റെ പേര് ഋതുഷാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതൊരു വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മയുടെ പേര് ഷെന്നി, എൻ്റെ അച്ഛൻ്റെ പേര് ഷാൻ, എനിക്കൊരു കുഞ്ഞനിയത്തിയുണ്ട്, ആളുടെ പേര് തന്നി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കുറേ സെറ്റപ്പിന് ഇന്ന് പുറത്തേക്ക് പോയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ അത് ഒക്കെ മേടിച്ച് നിൽക്കുന്നത് കാണിച്ചു തരാൻ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതാണ്ട് ഈ ബ്രഷ് പെന്നിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൽ 6 കളേഴ്സ് ഉണ്ട്: ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, പിന്നെ ബ്ലാക്ക്. പിന്നെ ഇത് കുറച്ച് ഗ്ലിറ്റേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ ഗ്ലിറ്റർ നല്ല രസമുണ്ടല്ലേ, ഇത് മേടിച്ചു. പിന്നെ ഈ ഒരു പേർപ്പിൾ കളർ ട്യൂബിലുള്ള ഗ്ലിറ്റർ മേടിച്ചു. പിന്നെ ഗൈസ്, ഒരു ചെറിയൊരു കിവിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഇത് മേടിച്ചു. ഒരു എന്താ പറയുക, വല്ല ചെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിടാലോ, അങ്ങനെ ഞാൻ മേടിച്ചു. പിന്നെ ഫുള്ള് മുത്തുകളാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു മുത്ത് ഞാൻ ഒരു എന്താ പറയുക ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് മേടിച്ച്. കുറച്ച് ആൾക്കാർക്ക് ഗസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഗൈസ്, ഈ ഒരു ബ്ലൂ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ കളർ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു നപ്പം മേടിച്ചു. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ചെറിയ സാധനം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിനിത് മേടിച്ചു. പിന്നെ ഈ വൈറ്റ് കളർ മിനി ബീഡ്സ് ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ട്രോളിൻ്റെ പോലെ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. വെച്ചെങ്കിൽ നല്ല രസമില്ലേ. അതുകൊണ്ട് ഞാൻ അത് മേടിച്ചു. പിന്നെ ഈ ഗോൾഡൻ കളർ ബീഡ്സ് മേടിച്ചു കേട്ടോ. ഗോൾഡ് കളറാണേ. അപ്പോൾ അത് വേണം മേടിച്ചു. പിന്നെ സ്റ്റിക്കറാണ് കേട്ടോ. സ്റ്റിക്കർ ഞാൻ ആകെ ഒരെണ്ണം മേടിച്ചു. ഇനി പുറത്തേക്ക് പോകുമ്പോൾ പിന്നെയും മേടിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഹാർട്ട് കളറുള്ളതാണേ. പിന്നെ ഗൈസ്, ഞാൻ ഞാനൊരു ടേപ്പ് മേടിച്ചു. ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇതാണ് ടേപ്പാണ്. പിന്നെ ഗൈസ്, ഇത് മേടിച്ചു. എന്താ പറയുക, ഐസ്ക്രീം സ്റ്റിക്കാണ്, ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള രീതിയിൽ അത് മേടിച്ച്. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല. ഇതൊരു ഔട്ട്ലൈനാണ് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്കാവുന്നത്. അത് തന്നെ ഞാനിപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വർക്കാവുന്നത് ഗൈസ്. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് കാണിച്ചു കേട്ടോ. എന്താ ഗൈസ്, ചെറിയ ഔട്ട്ലൈനാണ് കേട്ടോ. എന്താ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഗൈസ്, ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മേടിച്ചു. ഇതെൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയ സംഭവം മേടിക്കാൻ വെച്ചു. പിന്നെ ക്ലേ മേടിച്ചു. ഇത് സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. മെയിനായിട്ട് ഞാൻ ഇതിലാണ് ഈ ക്ലേ മേടിച്ചത്. ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ട ഇതുപോലെ പ്രാന്താണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ മേടിച്ചെന്നുള്ളത് ഈ യൂട്യൂബ് ചാനലിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ മേടിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ പറയുക നോക്കി വെച്ചതാണിത്. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ മൂടിപ്പോയി മേടിച്ചാണ്. പിന്നെ ഗൈസ്, ഈ സെല്ലോ ടേപ്പ് ഇതെൻ്റെ തീർന്നുപോയി പെട്ടെന്ന്. ഇന്നലെ ഞാൻ തീർന്നുപോയത്. അപ്പോൾ മേടിക്കാൻ മറന്നു പോയതായിരുന്നു. കുറച്ച് ദിവസം തീർന്നുപോയിട്ട് ഞാൻ മേടിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും പോയപ്പോൾ മേടിച്ചു. പിന്നെ ഗൈസ്, ഇത് വയേഴ്സ് ഉണ്ടോ, സിൽവറായിരുന്നു. അത് ഗോൾഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ സിൽവർ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കളർ പേപ്പറാണ് കേട്ടോ. ഇത് എനിക്കൊരു സെറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇവിടെ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ കഴിച്ച് ഞാൻ കുറച്ച് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുൻപ് ഉണ്ടാക്കിയതൊക്കെ ഈ തിരിച്ച് 2 സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ച് മണ്ണ് ഒരു പെയിൻറ്റ് ബ്രഷ് കഴിച്ചു. കഴിച്ച് നല്ല തിന്നായിട്ടുള്ളൊരു പെയിൻറ്റ് ബ്രഷ്. അതാകുമ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് എഴുതി വയ്ക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് വയ്ക്കാനായിട്ട് കഴിച്ച് ഞാൻ തന്നെ ഒരു സാധനം ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ ഇത്തിരി എന്താ പറയുക
പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി എടുത്തിട്ട് പെയിൻറ്റ് ബാക്കിലേക്ക് ആക്കി. അപ്പോൾ ഞാൻ ആ ബാക്ക് തിരിച്ച് വയ്ക്കാൻ വിചാരിച്ചു. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ എന്താണ്ട് ഒരു ക്യൂടെക്സിൻ്റെ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഫോണിൻ്റെ കേസുകൾ, ഇതാ ഫോണിൻ്റെ പെട്ടികൾ. അപ്പോൾ ഗൈസ് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോണത് ഫുൾ. പിന്നെ ഗൈസ് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ രസത്തിന് ഉണ്ടാക്കിയത്. ഒരു എനിക്ക് അത്രയ്ക്ക് എനിക്ക് എന്താ പറയുക, ഒരു ഞാൻ നെയിം സ്ലിപ്പൊക്കെ വെറുതെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക കുറച്ച് കാർഡ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തന്നെ അതാണ്ട് ഈ ടെഡി ബെയർ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇതാണ്ട് ഇങ്ങനത്തെ ഒരു കാർഡ്. പിന്നെ ഗൈസ് ഈ ഗോസ്റ്റിൻ്റെ ഒന്ന് ഞാൻ വെറുതെ രസത്തിനുണ്ടാക്കി. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ 2 സ്റ്റിക്കർ വെറുതെ എങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ എന്താ പറയുക ക്യാൻഫറി പോലത്തെ. പിന്നെ ഇത് ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പൈസ നമുക്ക് ഇതൊക്കെ വയ്ക്കാം ഗൈസ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് 1 million സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾ ഗൈസ് ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് സാധിച്ചാൽ പ്ലീസ്. അപ്പോൾ ഗൈസ് ഇത്രക്കുള്ള വീഡിയോ. ബൈ.